وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك العظيم وما صليناه هذه هدية منا إلى حضرة سيدنا سيد الوجود محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والأولياء والعلماء والشهداء والزهداء والنجباء والنقباء والأبدان والأوتاد والمحدثين والمفسرين من علماء أهل السنة والجماعة أجمعين سيما إلى حضرة شيخنا وسندنا ووسيلتنا قلندر مستعان رضي الله عنه قدس الله سره العزيز. اللهم بحقهم وبجاههم وبكراماتهم لديك يسر لنا أمورنا وبارك لنا في جميع أمورنا وفي مجلسنا هذا بركة تامة منك يا رب العالمين. اللهم وإلى أرواح من ماتوا منا من آبائنا وأمهاتنا ومن له تعلق بنا واجعلهم من أهل الفائزين ولا تجعلنا وإياهم من أهل الخاسرين. ربنا اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين والمؤمنات رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه سيدنا رضينا بالله ربا وبالإسلام دينا ولسيدنا محمد صلى الله عليه وسلم نبيا ورسولا وبالشيخ محي الدين شيخا مرشدا. ബഹുമാന്യ മാതൃകൾ നിറഞ്ഞ മഹ്ദരി ഉസ്താദുമാർ, അതുപോലെ ഈ സദസ്സിൽ എത്തിച്ചേരാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മറ്റ് മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ മഹാനവറുകളെ കുറിച്ച് നമ്മളൊക്കെ ധാരാളം കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ആ മഹാനുഭാവൻ്റെ 12ാമത് ആണ്ട് കൊണ്ടാടപ്പെടുകയാണ്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇത്രയും ചുരുക്കി ഇങ്ങനെ നടത്തുന്നത് എന്ന് ചിന്തിക്കാം. ഓരോ വർഷവും വലിയ സാമ്പത്തികമായ പണം ചിലവഴിച്ചിട്ട് നടത്തുമ്പോൾ അത് വലിയൊരു ബാധ്യതയായി സമൂഹത്തിന് മുഴുവനും ഉണ്ടാകും. കാരണം മന്ത്രിമാർ മാത്രമല്ല അതിനോട് സഹകരിക്കുന്നത്, എല്ലാ ജനങ്ങളും സഹകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 വർഷം കൂടുമ്പോൾ വലിയ വിപുലമായ പരിപാടി നടത്തുകയും അല്ലാത്ത ഓരോ ആണ്ടുകളിലും ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുമായിട്ട് മഹാനുഭാവനെ വിസ്മരിക്കുകയും നടത്തുകയും ചെയ്യുന്നു. എങ്കിലും നമ്മൾ ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ RCC ക്യാൻസർ സെൻ്ററിലെ രോഗികൾക്കും അതുപോലെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് മഹാനുഭാവൻ. അത്തരം വളരെ ഗുണപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കറിയാം, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ റസൂലുൽ ആദം തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട സ്നേഹിച്ചിരുന്ന ആളാണ് മഹാനായ കലന്തർ മസ്താൻ. ആ മഹാനുഭാവന്റെ അടുക്കലേക്ക്
ആളുകൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു അല്പനേരം അവിടുത്തെ സദസ്സിലൊന്ന് ഇരിക്കാൻ കഴിയുമോ, അവിടുത്തോടൊപ്പം ഒന്ന് ഇരിക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ച് ആളുകൾ ഓടിയെത്തുന്നത് കാണാൻ കഴിയുമായിട്ടുണ്ട്. അവരിലൊരാളായിട്ടാണ് മഹാനവറുകൾ എപ്പോഴും ഉണ്ടാവാറുമുള്ളത്. പലപ്പോഴും ചെല്ലുന്ന ആളുകളുടെ മുമ്പിൽ ഒരു വലിയ പണ്ഡിതനാണെന്ന തലത്തിലല്ല അവരോടൊപ്പം സഹകരിക്കുന്നത്. അവരിലൊരാളായി അവരോടൊപ്പം ഇരുന്ന് വളരെ ലളിതമായ നിലയിൽ സംസാരത്തിലും ഇടപഴകലിലും ഒക്കെ ലാളിത്യം തുളുമ്പി നിന്നിരുന്ന ആളാണ് മഹാനായ കനന്തമസ്താൻ. ഗൗസുൽ തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ പലപ്പോഴും കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. മഹാനവറുകൾ ബഗ്ദാദിലേക്ക് ഹൃദയം ഇത്രയേറെ ബന്ധിപ്പിച്ച ഒരാള് ഒരുപക്ഷെ ഈ സമകാലിക സമൂഹത്തിൽ നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല. ഇപ്പോഴും ബഗ്ദാദിലേക്ക് ഹൃദയം നിറച്ച് അവിടത്തേക്കുള്ള ഓരോ യാത്രയും അത്രയേറെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന, എപ്പോഴും മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, വെമ്പിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു ബഗ്ദാദ് എന്നത്. അവിടെ ആരാണുള്ളത്? ആരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. അതുകൊണ്ട് തന്നെയാണ് മഹാന്റെ ആ ആണ്ട് കൊണ്ടാടപ്പെടുന്ന സമയത്ത് കുറച്ച് രോഗികൾക്കോ പാവങ്ങൾക്കോ കുറച്ച് പേർക്കാണെങ്കിൽ പോലും ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ആഗ്രഹിച്ച മഹാനാണ്. എപ്പോഴും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുഭാവൻ വലിയ സമ്പത്തുള്ള വീട്ടിൽ ജനിച്ച ആളാണ് ഗൗസുൽ തങ്ങൾ. പക്ഷെ പഠനകാലത്ത് മുഴുക്കയും വളരെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏറ്റവും നല്ല സമ്പത്തുള്ള വീട്ടിലാള്, പക്ഷേ എപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും വിശപ്പും സഹിച്ച് പഠന കാലഘട്ടം ഏകദേശം 50 വയസ്സിന് മുകളിൽ വരെ കിതാബോധിക്കൊണ്ടിരുന്ന മഹാനവറുകൾ ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രയാസം, പട്ടിണി അനുഭവിച്ചു. സമ്പത്തില്ലാന്നിട്ടായിരുന്നില്ല. മഹാനവറുകൾക്ക് വേണ്ടി സമ്പത്ത് ഉമ്മ ആളുകളുടെ കയ്യിൽ കൊടുത്തയക്കുമായിരുന്നു. ആ കൊടുത്തയക്കുന്ന സമ്പത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം ചിലവഴിക്കാൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ദിവസം തന്നെ മഹാനവറുകൾ മുഴുവൻ തുകയ്ക്കും ഭക്ഷണം വാങ്ങി അത് പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യും. വഴിയോരങ്ങളിൽ നിൽക്കുന്ന പാവങ്ങൾ, അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, വിശക്കുന്നവർക്ക് വേണ്ടി മഹാനവറുകൾ മുഴുവൻ തുകയ്ക്കും ഭക്ഷണം വാങ്ങി വിതരണം ചെയ്യുമായിരുന്നു. എന്നിട്ട് വീണ്ടും പിറ്റേന്ന് മുതൽ പട്ടിണി കിടക്കുന്ന സ്വഭാവം മഹാനായ ഗൗസുൽ തങ്ങൾക്ക്. ഒരിക്കൽ ഗൗസുൽ തങ്ങൾ പട്ടിണി 3 ദിവസത്തോളമായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വളരെ ക്ഷീണിതനാണ്. തൊട്ടടുത്തൊരു പള്ളി കണ്ടു. ആ പള്ളിയിലേക്ക് മഹാനവറുകൾ ഓടിക്കയറുകയാണ്. ഒരല്പനേരം ഒന്ന് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്താൽ മനസ്സിനൊരു സന്തോഷമുണ്ടാകുമല്ലോ, ഈ ക്ഷീണമൊക്കെ മാറുമല്ലോ എന്ന് കരുതി ആ പള്ളിയിലേക്ക് മഹാനവറുകൾ കടന്നു വന്നു. പള്ളിക്കകത്തേക്ക് കയറിയ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. വിശപ്പിന്റെ കാഠിന്യമുണ്ട്. മുതഅല്ലിമാണ്, കിതാബോധകയാണ്. 7 വർഷമൊക്കെ ഒരു ഉസ്താദിന്റെ അടുക്കൽ ഓതും, പിന്നെ അടുത്ത ഉസ്താദിലേക്ക് ഓടിപ്പോകും, അവിടെ പോയി ഓതും. എവിടെയാണെന്നറിയില്ല, ആർക്കും അറിയില്ല, ഉമ്മാക്ക് പോലും എവിടെയാണെന്നറിയില്ല. അങ്ങനെ ഗൗസുൽ തങ്ങള് പള്ളിയിനകത്തേക്ക് കയറി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ക്ഷീണം സഹിക്കവയ്യാതെ വന്നപ്പോ പള്ളിയുടെ ഒരു മൂലയിൽ പോയി ചാരിയിരുന്നു. ആ സമയത്തതാ ഒരു മനുഷ്യൻ പള്ളിക്കകത്തേക്ക് വരുന്നു. അയാൾ പള്ളിക്കകത്തെത്തിയതിനു ശേഷം അയാളുടെ കയ്യിലുള്ള പൊതി അയാൾ അഴിച്ചിട്ട് ആ പൊതിയിൽ നിന്ന് നല്ല ഇറച്ചി, കോഴിയുടെ മാംസം അയാൾ ഭക്ഷിക്കുകയാണ്. ഈ സമയത്ത് മഹാനായ ഗൗസുൽ തങ്ങൾ അയാളിലേക്ക് നോക്കിപ്പോയി. വിശന്നിരിക്കുകയാണല്ലോ. എന്നിട്ട് ഈ മനുഷ്യൻ കഴിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ വാ തുറന്നുപോയി. ഒരു പിഞ്ചു കുഞ്ഞ് ഭക്ഷണം കാണുമ്പോൾ കഴിക്കാതിരിക്കുന്ന ഒരു കുഞ്ഞ് ഭക്ഷണം കിട്ടാതിരുന്നിട്ട് വിശപ്പിന്റെ കാഠിന്യത്തിൽ കഴിയുമ്പോൾ ഭക്ഷണം കാണുമ്പോൾ ഒന്ന് വാ തുറക്കുന്നത് പോലെ ഗൗസുൽ തങ്ങൾ അങ്ങനെ വാ തുറന്നുപോയി. ഈ മനുഷ്യൻ ഇത് കണ്ടിട്ട് ചോദിച്ചു, അല്ല മോനെ, എന്താണ് നീ ഇങ്ങനെ വാ തുറന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. നിങ്ങളുടെ ഭക്ഷണം കണ്ടപ്പോ എന്നെ വല്ലാതെ, എന്റെ വിശപ്പിന്റെ കാഠിന്യം കാരണം എന്റെ വാ തുറന്നു പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ വാ തുറന്നത്, മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോ, മോനെ, ഈ ഭക്ഷണം നിനക്ക് തരാൻ പറ്റില്ല, ഇത് നിനക്ക് ഹലാലാവില്ല. കാരണം ഇതൊരു ഉമ്മ എന്റെ കയ്യിൽ തന്നുവിട്ട പണത്തിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അവരുടെ മകൻ ഈ ബഗ്ദാദിന്റെ ഏതോ പ്രദേശത്ത് കിതാബ് ഓതുന്നുണ്ട്.
അവരുടെ മകന് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അത് ഞാൻ ദിവസങ്ങളോളം അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ അതിൽ നിന്നെടുത്ത് ഞാൻ ഒരല്പം മാംസം, ഒരു ഇറച്ചി വാങ്ങി എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി വാങ്ങിയതാണ് എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ, നിങ്ങൾ ആരെയാണ് അന്വേഷിച്ച് വന്നത്? അതേ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കിതാബോധാൻ വേണ്ടി നാട്ടിലേക്ക് വന്നൊരു മനുഷ്യനെ, ഒരു മകനെ തിരക്കിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഞാനാണ് നിങ്ങൾ അന്വേഷിച്ച് വന്ന അബ്ദുൽ ഖാദർ. ഈ സമയത്ത് ആ മകൻ ഞാനാണ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ അന്വേഷിച്ചു പോയ നല്ലൊരു സൂഫിയായ മനുഷ്യനാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ഒരു മുതഅല്ലിമ് ഭക്ഷണം കഴിക്കാതെ 3 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെടുന്നു. ഏത് കുടുംബത്തിനെയാണ്? വലിയ സമ്പന്നതയ്ക്ക് ഒരു പൊന്നുമോനാണ്. അതാ ഗൗസുല്ലാദം തങ്ങളെ പണം ഏൽപ്പിച്ചു. ആ പണവുമായി ഗൗസുല്ലാദം തങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോകും. മുഴുവൻ തുകയ്ക്കും ഭക്ഷണം വാങ്ങി. ആ മുഴുവൻ ഭക്ഷണവും അന്ന് തന്നെ വിതരണം ചെയ്ത് തീർത്തു മഹാനായ ഗൗസുല്ലാദം തങ്ങളെ. മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ഇത്രയേറെ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്നത് ഗൗസുല്ലാദം തങ്ങളുടെ ആണ്ടിനാണ് അല്ലേ? അവിടുത്തെ ആ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ കാണിച്ചിട്ടുള്ള ഉത്സാഹം അത് മഹാനായ കലന്തർ മസ്താനിലും കാണാൻ കഴിയും. പണത്തിനോടോ ഭൗതിക ലോകത്തോടോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടണം, പണം കിട്ടണം, അങ്ങനെ ഒരു ചിന്താഗതിയും മഹാനവറുകൾക്കില്ല. ഇത്രയും നാൾ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങുക എന്നതുപോലും ഒരു ജോലി വേണം എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണുള്ളത്? എനിക്കൊരു ജോലി വേണം, എനിക്കൊന്ന് സെറ്റാവാൻ പറ്റുന്ന, എനിക്ക് നിലനിൽക്കാൻ പറ്റുന്ന ജോലി വേണം. അത്തരം ചിന്താഗതികൾ ഇതുവരെ മഹാനവറുകളുടെ ജീവിതത്തിൽ പോലും കാണാൻ കഴിയുകയില്ല. അങ്ങനെ ജീവിച്ച യഥാർത്ഥത്തിൽ സൂഫിസം എന്നത് നാം ഉദ്ദേശിച്ചതുപോലെ ഒരു ബാഹ്യമായി കാണിക്കുന്ന ഒന്നല്ല സൂഫിസം. ഇത് ബാഹ്യത്തിൽ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥ സൂഫിസം ഒക്കെ നമ്മൾ കാണേണ്ടത് അവരിൽ നിന്നാണ്. നല്ല കാര്യമായി ജീവിച്ചിരിക്കുകയും ഭൗതിക ലോകത്തെ എല്ലാ സൗകര്യങ്ങളും കിട്ടുമായിരുന്നിട്ടും ആ ഭൗതിക ലോകത്തെ സൗകര്യങ്ങളോട് ഒരു പ്രത്യേകതയും കൊടുക്കാതെ അത് ആഗ്രഹിക്കാതെ ജീവിച്ചിരുന്ന മഹാനാണ് ഗൗസുല്ലാദം തങ്ങൾ, മഹാനായ കലന്തർ മസ്താൻ. ആ മഹാനുഭാവന്റെ സദസ്സിൽ ഒരു അല്പനേരം ഇരിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ബർക്കത്തുള്ള സദസ്സാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അവിടുത്തെ സിയാറത്തിന് വേണ്ടിയിട്ട് കടയനല്ലൂരിലുള്ള അവിടുത്തെ മഖാമിലേക്കൊക്കെ പോകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ബർക്കത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നൂറുദ്ദീൻ മഹ്ദരി ഉസ്താദ് അവർകളുണ്ട്, അതേപോലെ അസീസ് മഹ്ദരി ഉസ്താദുണ്ട്, അതുപോലെ അനീസ് മഹ്ദരി ഉണ്ട്, ഷബീർ മഹ്ദരി ഉസ്താദ് അവർകളുണ്ട്, സലാം മഹ്ദരി ഉണ്ട്, ഷമീർ മഹ്ദരി ഉസ്താദുണ്ട്, ഹാഷിം മഹ്ദരി ഉസ്താദുണ്ട്. അടക്കമുള്ളവരൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, ഇടപെടും. അവരൊക്കെ നമുക്ക് വേണ്ടി നസീഹത്ത് നൽകും. അതോടൊപ്പം നമുക്ക് അവിടത്തേക്ക് കുറച്ച് ദിക്റുകൾ ചെല്ലണം, ഇപ്പം ഖുർആൻ ഓതണം, അതുപോലെ മറ്റ് മദ്ഹ്, നിബിത്തങ്ങളുടെ മദ്ഹ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു ആത്മീയത, ആള് കൂടുന്നതിലല്ല, ഒരുപാട് ആളുകളെ നമ്മൾ പങ്കെടുപ്പിച്ച് നമുക്ക് നടത്താൻ പറ്റും. നമുക്ക് അത്രയും വേദികളും സൗകര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും വലിയ സമ്പത്തിൽ 2 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും അത്രയും വലിയ സദസ്സ് നടത്തുന്നതും ചെറിയ സദസ്സാണെങ്കിലും ആത്മീയത തുളുമ്പുന്ന ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നടത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും നന്മയും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ മഹ്ദരി ഉസ്താദ് നമുക്ക് ചെറിയ നസീഹത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിനില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واجعل لي لسان صدق في الآخرين. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة.
ഏറ്റവും ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, മറ്റ് സുന്നത്തു ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മുഹബ്ബീങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ പേരിലുള്ള ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, വേദിയുമല്ല എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത്യാവശ്യം ഉസ്താദിനെ കുറിച്ചുള്ള ചുരുങ്ങിയ വചനങ്ങളാണെങ്കിലും ഉസ്താദിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഷാഫി മഹദരി ഉസ്താദ് അവറുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. നാം ഇവിടെ പങ്കെടുത്തത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. അവിടുന്ന് മദീന പള്ളിയിൽ സ്വഹാബത്തിന് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളിൽപ്പെട്ട ഒരു മുതഅല്ലിം എഴുന്നേറ്റ് ചോദിച്ചു, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, എപ്പോഴാണ് അന്ത്യദിനം, ഖിയാമത്ത് നാൾ എന്നാണ് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ദർസ് തുടർന്നുകൊണ്ടിരുന്നു. ദർസ് അവസാനിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മനിസ്സാഇൽ, ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ച ഒരാളുണ്ടല്ലോ, അതാരാണ്? അപ്പോൾ ആ സ്വഹാബി വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ, അന്ത്യദിനം എന്നാണ് എന്ന് ചോദിച്ച ഒരാളോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ട്, മസ്തഅത്തലോ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാളല്ലേ ചോദിച്ചത്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ട വല്ലാത്ത ഒരു നാളാണ്. അതിന് നിന്റെ കയ്യിൽ എന്തുണ്ട് വിഭവം? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, കൂടുതൽ നിസ്കരിച്ചതോ നോമ്പെടുത്തതോ ഇബാദത്തോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒന്നുണ്ട് നബിയെ, മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ ഇബാദത്തൊന്നും ഇല്ല എങ്കിലും എൻ്റെ ഖൽബിൽ അള്ളാഹുവിനെയും അവിടുത്തെ റസൂലാകുന്ന അങ്ങയെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ നഫ്സിനേക്കാൾ മഹബ്ബത്ത് വെക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ ഒരു വചനമാണ്, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ അല്ലാഹു നിന്നെ കൊണ്ടുവരിക. ഹദീസുകളിൽ കാണാം, സ്വഹാബത്തിന് അന്നുണ്ടായ സന്തോഷം പോലെ അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. കാരണം സ്വഹാബത്തിനൊക്കെ 100% ഉറപ്പാണ്, അവർ അവരുടെ നഫ്സിനേക്കാൾ മഹബ്ബത്ത് വെക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ ആ ഹബീബിനോടൊപ്പമായിരിക്കും ഞങ്ങൾ എന്ന് ഉറപ്പിച്ചു അവർ. അതാണ് ആ സന്തോഷത്തിൻ്റെ കാര്യം. ആ രൂപത്തിൽ മഹബ്ബത്ത് വെക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനന്തരാവകാശികളാകുന്ന കുടുംബക്കാരാകുന്ന സയ്യിദുമാർ, തങ്ങന്മാർ. അതുപോലെ ഹബീബിന്റെ അനന്തരാവകാശികളാവുന്ന ആലിമുകൾ, പണ്ഡിതന്മാർ. അവരുടെ മഹബ്ബത്ത് വെക്കണം. ഒരു ആലിമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കൽ ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാലിമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ
അതാ മഹബത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത്, ഇബാദത്താക്കി കൊടുക്കുന്നത്. ആ രൂപത്തിൽ തമിഴ്നാട്ടിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഇടം പിടിച്ച, ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത രൂപത്തിലുള്ള വ്യക്തിപ്രഭാവമായിരുന്നു ശൈഖുന കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പണ്ഡിതന്മാരായ ആയിരക്കണക്കിന് ആളുകളെ ഈ സമൂഹത്തിന് സമ്മാനിച്ചവരാണ്. അവർക്ക് ആവശ്യമായ എല്ലാ ഇൽമുകളും പറഞ്ഞു കൊടുത്ത് ഒരാലിം എങ്ങനെയായിരിക്കണം ഇവിടെ ജീവിക്കേണ്ടത് എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് കലന്തർ റഹ്മാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പണ്ഡിതൻ എങ്ങനെയായിരിക്കും? മഹാനവറുകളെ ആ ലളിതമായ സ്വഭാവത്തെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. അതൊരു ആലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. ജനങ്ങളോട് സംവദിക്കുമ്പോൾ, അവർ വരുമ്പോൾ അവർ ഒരിക്കലും മറക്കാത്ത രൂപത്തിലുള്ള, 2 മിനിറ്റാണ് സംസാരിച്ചതെങ്കിലും ഒരിക്കലും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ടച്ചിങ് ആ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കലന്തർ മസ്താന്റെ ആ ഇടപെടൽ എല്ലാവർക്കും സാധിച്ചു എന്നതാണ്. പിന്നെ മറക്കാൻ കഴിയില്ല. അത്രത്തോളം ഹൃദയം അടുത്തുകൊണ്ടുള്ള ഇടപെടലുകളും സ്നേഹവും കരുണയും സതുപദേശങ്ങളും ഒക്കെ നൽകിയ ആ മഹാവ്യക്തിത്വമാണ്. അത് നമ്മൾ പഠിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. പക്ഷേ ഈ സ്നേഹവും കരുണയുമെല്ലാം ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ, ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് അവിടുത്തെ അരിമ മക്കളെ പോലെ നോക്കിയ ശിഷ്യന്മാരിൽ കണ്ടാൽ അപ്പോൾ സിംഹഗർജനം പോലെയാണ് അവിടുത്തെ ഇടപെടൽ. അതിനനുവദിക്കില്ല. സുന്നത്ത് ജമാഅത്ത് കടുകട്ടിയായിട്ട് ഈ സമുദായത്തിന് പഠിപ്പിച്ച വ്യക്തിത്വമായി. തമിഴ്നാട്ടിൽ ബിദ്അഈ പ്രസ്ഥാനത്തിന് ശൈഖുന കലന്തർ മസ്താൻ എന്നും ഒരു പേടി സ്വപ്നമാണ്. ഹദീസുകളും ഖുർആനുകളും മഹാന്മാരുടെ, പണ്ഡിതന്മാരുടെ വചനങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുന്ന ആ നല്ല ഒരു ശൈലി നമുക്കിന്നും മറക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം വലിയ ബന്ധവും സ്ഥാപിച്ച ആളാണ്. ഹദറയിൽ പഠിച്ചവർക്കറിയാം, തമിഴ്നാട്ടിലെ വലിയ വലിയ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും കലന്തർ മസ്താന്റെ റൂമിൽ വന്നിരിക്കുന്നത് കാണാം. അവരുമായിട്ടും ബന്ധം വേണം, എന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ കഴിയും. ഈ രാഷ്ട്രീയ ബന്ധത്തിലും ദർസി ബന്ധത്തിലും സംവാദ ബന്ധങ്ങളിലും എല്ലാം മുഴുകുന്നതിൻ്റെ ഇടയിൽ എത്രയോ തരീഖത്തിന്റെ മശായിഖന്മാരുമായിട്ടുള്ള വലിയ ബന്ധമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കലന്തർ മസ്താൻ വെച്ചു പുലർത്തിയത്. ദിക്റാണ്, ദാഖിറാണ്. നമുക്കറിയാം അവിടുത്തെ നടത്തത്തിലും ദിക്റാണ്, ഇരുത്തത്തിലും ദിക്റാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഔദുല്ലാദം തങ്ങളെ ഖൽബിൽ അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച വ്യക്തിത്വമാണ്. ആ നാമം കേൾക്കുമ്പോൾ, അവിടുത്തെ ഖാദിരിയ റാത്തിബിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ശൈഖുനാടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് ആ മഹബ്ബത്തിന്റെ പേരിലാണ്. ഈ രൂപത്തിൽ ദർസി രംഗത്തും കിതാബ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാധാരണക്കാരോടും എല്ലാം ഇടപെടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഇബാദത്തിനും കോട്ടം വരുത്തില്ല, ഒരു സുന്നത്ത് നിസ്കാരത്തിനും കോട്ടം വരില്ല, ഒരു ഔറാദുകൾക്കും അവിടെ വിഘ്നം സംഭവിക്കില്ല. ഈ രൂപത്തിലൊക്കെ കൊണ്ടുപോകാൻ അള്ളാഹു വലിയ ഫള് നൽകിയവർക്ക് മാത്രമേ കഴിയൂ.
അത് അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. മശായിഖന്മാരുമായിട്ടുള്ള ബന്ധവും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധവും അവിടെ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരുമായിട്ടുള്ള ബന്ധവും ഈ രൂപത്തിലെല്ലാ ബന്ധങ്ങളും വെച്ച് പുലർത്തി നമുക്ക് മാതൃകയായ ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ശൈഖുനായ മഹബ്ബത്ത് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ആ മഹബ്ബത്തിന്റെ പേരിലെങ്കിലും ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മളൊന്നും വലിയ ആളുകളല്ല, നമ്മളെ കയ്യിലൊന്നും വലിയ ഇബാദത്തില്ല, നമ്മളിങ്ങനെ പടമായിട്ട് പോവുകയാണ്. പക്ഷേ ഒന്നുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിച്ച ആലിമീങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെക്കുന്നു. ആ മഹബ്ബത്തിന്റെ പേരിലാണ് മഹദരിമാരായ നമ്മളൊക്കെ വർഷങ്ങളോളമായി അതേ ആ ഉസ്താദിന്റെ അനുസ്മരണങ്ങളും ഉസ്താദിന്റെ പേരിൽ ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും പണ്ഡിതൻ എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങളെ ബന്ധം, ആ ഗുരുവിന്റെ മുന്നിൽ ഇരുന്ന് ഒരുപാട് ഇൽമുകൾ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഓരോ ഹദീസുകൾ പറഞ്ഞ് അതിന്റെ ലഫ്ളുകൾ ഹല്ലഴിച്ച് വിശദീകരിക്കുന്ന ആ ഒരു നല്ല രംഗം ശൈഖുനായുടെ ഒരു പ്രത്യേകതയാണ്. അവിടുന്ന് വരുന്ന വചനങ്ങളൊക്കെ ഹൃദയത്തിൽ നമുക്ക് കൊത്തിവെച്ചാൽ അത് കൊത്തിവെച്ചതുപോലെയാണ്, ഇവിടെ മറക്കില്ല. അവിടുത്തെ അവതരണം അങ്ങനെയാണ്. അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഇമാമിനെ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചെറുവാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ശാഫിഈ ഇമാം ആരാണ്? സയ്യിദാണ്, റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, വലിയ ഇൽമിന്റെ ഉടമയാണ്, മാഷാ അല്ലാഹ് ഒരു മദ്ഹബിന്റെ ഇമാമാണ്. നമ്മളിന്ന് മഗ്‌രിബ് നമസ്കരിച്ചത് ശാഫിഈ ഇമാം കാണിച്ചു തന്ന ആ പൂപ്പടം നോക്കിയിട്ടാണ്. കൈയിട്ടേണ്ടത് എങ്ങനെ, ഉയർത്തേണ്ടത് എങ്ങനെ, താഴ്ത്തേണ്ടത് എങ്ങനെ, കാല് വെക്കേണ്ടത് എങ്ങനെ, മാനവർകൾ വരച്ചു തന്ന റൂട്ടിലൂടെയാണ് നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ക്രമീകരിക്കുന്നത്. അത്രയും വലിയ മഹാൻ പറഞ്ഞു, ഉഹിബ്ബു സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹൊന്നും അല്ല. ഓ സുബ്ഹാനല്ലാഹ്, ശഫീ ഇമാമിന്റെ വചനമാണ്. ഞാൻ സ്വാലിഹല്ല, പക്ഷെ സ്വാലിഹീങ്ങളെ ഞാൻ വലിയ ഇഷ്ടമാണ്. ലഅല്ലി അന്ന ലാ അനാല ബിഹിം ശഫാഅ, നാളെ അവരുടെ ശഫാഅത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സാധുക്കളായ ഞങ്ങളും ആ വലിയ മഹാന്മാരെ മഹബ്ബത്ത് വെക്കുന്നു. കാരണം അവിടുത്തെ ശഫാഅത്ത്, അവരുടെ റഹ്മത്തിലെങ്കിലും നമുക്ക് നാളെ സ്വർഗം കിട്ടണം. അല്ലാഹു ഈ സദസ്സതിന്റെ കബൂലാക്കുമാറാകട്ടെ, അതിന്റെ സബബായി സ്വീകരിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി الفائزين برضا الله آمين. أما بعد، الحمد لله. ഷെയ്ഖുനാനെ സ്നേഹിച്ച് ഷെയ്ഖുനായുടെ മജ്‌ലിസിലാണ്. പൂർണ്ണമായും അവിടുത്തെ തൃപ്തിയും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകട്ടെ. അവിടുന്ന് വരച്ച് കാണിച്ച, അവിടുന്ന് ഏത് രൂപത്തിലാണോ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി ഉയർത്തിയത്, ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും അള്ളാഹു ഷെയ്ഖുനാന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മൾ കുറഞ്ഞ സമയം കേട്ട അവിടുത്തെ ഓരോ മഹത്വങ്ങളും നമ്മളെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ അതിന് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖുനായോട് കൂടെ ആ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഈ മജ്‌ലിസും നമ്മുടെ പ്രവർത്തനങ്ങളും കാരണമാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ്
സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതകാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നയിക്കുവാൻ നാദം തുണയ്ക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പരിശുദ്ധമായ ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട്, മർലിയായ സിയാറത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ്റെ ചാരത്തിൽ എത്തിച്ചേരാൻ, സലാം പറയാൻ, ദുആ ചെയ്യാൻ, ബഗ്ദാദിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സാണ് പ്രിയപ്പെട്ട മഹദരി പണ്ഡിത ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷമീർ മഹദരി അൽഹംദുലില്ലാഹ് ഇവിടെ സെറ്റപ്പ് ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വരുമ്പോൾ മഹാനായ നൂറുദ്ദീൻ മഹദരി ഉസ്താദ് നമ്മളെക്കാൾ എത്രയോ സീനിയറാണ് അദ്ദേഹം മഹാനായ ആരെയാണോ ഇന്ന് അനുസ്മരിക്കുന്നത്, മഹാനായ കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തേക്ക് തണലും തർബിയത്തും മദതും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് നൂറുദ്ദീൻ മഹദരി ഉസ്താദ് നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് നിങ്ങളോട് ആ മഹാനുഭാവൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു തന്നു, അവിടുത്തെ ആത്മീയ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ അസീസ് മഹദരി ഉസ്താദും അൽഹംദുലില്ലാഹ് ഒരു ദുആ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ കലന്തർ മസ്താൻ, അവിടുത്തെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്ന സദസ്സിലുള്ളവർ എന്നെക്കാൾ ഒരുപക്ഷേ മഹാനുഭാവനെ കുറിച്ച് അറിയുന്നവരാണ്. ഞാൻ ഈ മജ്ലിസിൽ ഒരു ദുആ ചെയ്തു, മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ബഗ്ദാദിൽ എത്തിച്ചേരാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകണമെന്ന്. കാരണം ആ മഹാനുഭാവൻ ബഗ്ദാദുമായിട്ട് അത്ര വലിയ ബന്ധമാണ് മഹാനായ കലന്തർ മസ്താനിക്കുള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിത രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വളരെ വ്യക്തമായി ആ മഹാനുഭാവനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, ബഗ്ദാദിലുള്ള ഗൗസുൽ-ആലം തങ്ങളുടെ അവിടുത്തെ മഹത്തായ ദർഗാ ഷരീഫ് തൊട്ട് ബഗ്ദാദ് സിറ്റിയിലുള്ള ഏകദേശം എല്ലാ മക്ബറകളും സന്ദർശിച്ച തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉന്നതമായ വ്യക്തിത്വമായിരുന്നു മഹാനായ സുൽത്താനുൽ ഉലമയെ പോലും നമുക്കറിയാം. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ഇനിയും ദീനിന് സേവനം ചെയ്യാൻ മഹാനുഭാവൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സുൽത്താനുൽ ഉലമയെ പോലും കൈപിടിച്ചുകൊണ്ട് ബഗ്ദാദിന്റെ പല ഭാഗങ്ങളിലും ഇത് ഇന്നവരാണ്, മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളുടെ ഇന്നവരാണ്, ഇന്ന കുട്ടികളാണ് എന്ന് പരിചയപ്പെടുത്തിയത് മഹാനായ കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. ബഗ്ദാദിന്റെ മുക്കുമൂലകളെക്കുറിച്ചും സബക്കിലിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ തോന്നണം, ആ തോന്നുന്ന സമയത്ത് ബഗ്ദാദിന്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും, ഇറാഖ് എന്താണ്, കർബല എന്താണ്, കർബാണ് ബലയാണ്, അത് കർബും ബലയുമായത് എന്തുകൊണ്ടാണ്, വളരെ വ്യക്തമായിട്ട് ബുഖാരി സബക്കൊക്കെ എടുക്കുമ്പോൾ മഹാനായ കലന്തർ മസ്താൻ വിശദീകരിച്ചു തരുമായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നു, കർബല ഇറാഖ് വലിയ ബറക്കത്തുള്ള ഭൂമിയാണ്, സകല വിജ്ഞാനങ്ങളും അവിടെ നിന്നാണ് ഒഴുകിയത് അറേബ്യയിലോട്ട്. സകല വിജ്ഞാനങ്ങളും യൂറോപ്പിന്റെ തെരുവോരങ്ങളിലേക്ക്
വിജ്ഞാനത്തിന്റെ അത് ഏത് വിജ്ഞാന ശാഖകളാണെങ്കിലും ശരി, ഇറാഖിൽ നിന്നാണ്. സുന്ദരമായ മെസോപ്പൊട്ടാമിയൻ സംസ്കാരം, ഇറാഖിന്റെ ആ വിജ്ഞാന ശേഖരം നമുക്കറിയാം. നമ്മൾ ഇന്ന് കിതാബുകളൊക്കെ ഓതി പഠിക്കുന്നു എങ്കിൽ അതിന്റെ മുസന്നിഫുകൾ ബഹുഭൂരിപക്ഷവും ഇറാഖിലാണ്. അവരുടെ കർമ്മമണ്ഡലവും ജീവിത മണ്ഡലവും എല്ലാം ഇറാഖാണ്. വലിയ ബർക്കത്തുള്ള ഭൂമിയാണ്. പക്ഷേ ഇറാഖ് തകർക്കപ്പെടും. അതിന് കാരണം അവിടുന്ന് വിശദീകരിക്കുകയാണ്. അതിന് കാരണം കർബലയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ രക്തം വീണ മണ്ണാണത്. യസീദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധിപന്റെ കീഴിലെ ഗവർണറാകുന്ന ഇബ്നു സിയാദ് എന്ന് പറയുന്ന അതിക്രൂരൻ, ആ ക്രൂരന്റെ നേതൃത്വത്തിലാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് മുറിച്ചെടുത്തത്, നാക്ക് വലിച്ചെടുത്തത്, അവിടുത്തെ തലയോട്ടി വെട്ടിപ്പൊട്ടിച്ചത്. അതുകൊണ്ട് ഇറാഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളുടെ രക്തം വീണ മണ്ണാണ്. ആ മണ്ണ് ബറക്കത്തുള്ള ഭൂമിയാണെങ്കിലും ഇറാഖ്, പക്ഷേ കർബല അത് വലിയ കർബാണ്, ബലയാണ്. അലി റളിയല്ലാഹു അൻഹു ഹസൻ ഹുസൈൻ തങ്ങളോട് പറയുന്ന ഒരു രംഗമുണ്ട്, മക്കളെ ഇത് കർബാണ്, ബലയാണ്. താരീഖുൽ ഹമീസ് പോലെയുള്ള കിതാബിൽ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കത് മനസ്സിലാക്കാൻ പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇറാഖിന്റെ തലസ്ഥാനമാകുന്ന ബഗ്ദാദിന്റെ മൂലകളെ കുറിച്ചും മഹാനുഭാവൻ അവിടുന്ന് വർണ്ണിക്കുമായിരുന്നു. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായിട്ട് അത്ര വലിയ ബന്ധമാണ് മഹാനായ കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്കുള്ളത്. അള്ളാഹു അവിടുത്തേക്ക് മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഞാനിവിടെ വരുമ്പോൾ മഹാനായ നൂറുദ്ദീൻ മഹദരി ഉസ്താദ് പറഞ്ഞു, ബിദ്അകളോട് സന്ധിയില്ല സമരം. തർക്കശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും വലിയ ആധിപത്യമാണ് മഹാനായ കലന്തർ മസ്താൻ പുലർത്തിയത്, വലിയ ആധിപത്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് ബിദ്അകളെ പൊളിച്ചെടുക്കുന്ന ഒരു നല്ല അറിവ് നേടി എൻ്റെ മകൻ വളർന്നു വരണം. അള്ളാഹു ഉപ്പയുടെ ആഗ്രഹം സഭയിൽ അങ്ങനെ തന്നെയാണ്. അതേ കാരണം വളരെ ചെറുപ്പത്തിലെ മഹാനായ കലന്തർ മസ്താന്റെ വാപ്പ വഫാത്തായി. പിന്നെ ഉമ്മയുടെ സംരക്ഷണത്തിലാണ് ഞങ്ങളൊക്കെ, ഞാനും ഷാഫി ഉസ്താദും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഉമ്മ മരണപ്പെടുന്നത്. അല്ലേ ഷാഫി ഉസ്താദ്? നമ്മളൊക്കെ പോയി കടയനല്ലൂർ ഉമ്മയുടെ ജനാസയ്ക്ക് ആ കർമ്മത്തിനൊക്കെ ഞങ്ങളുമൊക്കെ പോയി. അത്രത്തോളം ഈ കലന്തർ മസ്താനിനെ വളർത്തി ഈ ഉമ്മയാണ് ഈ ഉന്നതമായ ലെവലിൽ ആ മഹാനുഭാവനെ എത്തിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മദ്രസകളുണ്ട്, ആയിരക്കണക്കിന് അല്ല 10,000-കണക്കിന് മദ്രസകളുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് വേറെ ഇത്രയും മദ്രസ സംവിധാനങ്ങളുള്ള ഒരു ഇതേപോലെ സിലബസിൽ അത് നിയന്ത്രിക്കാൻ പണ്ഡിതന്മാർ, പണ്ഡിത സഭകൾ ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വേറൊരിടത്തില്ല. അതുകൊണ്ടാണ് മദർസച്ചാർ പോലും സിറ്റിംഗ് നടത്തിയിട്ട് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ മദർസ ചലനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചത് സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത സംവിധാനം. അതാണ് ഖൈറുള്ള. ആ ഖൈറുള്ളയാകുന്ന കേരളയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ ബിദ്അകളുടെ ആ ക്രൂരതകളെ കുറിച്ച്, വഹാബിസത്തിന്റെ മൗദൂദിസത്തിന്റെ ക്രൂരതകളെ കുറിച്ചും തെറ്റായ രീതികളെ കുറിച്ചും നമുക്ക് മദ്രസകളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ തമിഴ്നാട്ടിൽ മദ്രസകളുണ്ട്, അങ്കുലിൽ പരിമിതമായ മദ്രസകൾ മാത്രമേ ഉള്ളൂ. 1, 2 ഖുർആൻ അവർ പഠിപ്പിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ സിലബസിലുള്ള പഠിത്തം
തമിഴ്നാട്ടിലുള്ള നിങ്ങൾക്കത് അന്വേഷിച്ചാൽ മനസ്സിലാകും. അത് വളരെ കുറവാണ്. കായൽ പട്ടണത്ത് പോലും അത് കുറവാണ് മദ്രസകൾ. പക്ഷേ ഇങ്ങനെ വഹാബീസത്തിന് നല്ല വളക്കൂർ തമിഴ്നാടിൻ്റെ ഓരങ്ങളിൽ, തെരുവോരങ്ങളിൽ, പ്രത്യേകിച്ച് ജാറങ്ങളെ കേന്ദ്രീകരിച്ച് അവിടെ നടക്കുന്ന ചില നടത്താൻ പാടില്ലാത്ത, ചില കാണിക്കാൻ പാടില്ലാത്ത വിവരം കെട്ട ആളുകൾ കാണിക്കുന്ന ചില കോപ്രാട്ടിത്തരങ്ങൾ ബിദഈകൾ കാണിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ, ഇത് ശിർക്ക് അത് ശിർക്ക് എന്ന് പറഞ്ഞ് ബിദഈകൾ വളരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമയത്താണ് തമിഴ്നാടിൻ്റെ തെരുവോരങ്ങളിൽ ഓടി നടന്നുകൊണ്ട് ബിദഈകളെ പൊളിച്ചടുക്കുകയായിരുന്നു മഹാനായ കലന്തർ മസ്താൻ. അത് നിങ്ങൾ ഇന്നും തമിഴ്നാട്ടിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ബിദഈകളെ പൊളിച്ചെടുക്കാൻ സുൽത്താനുൽ ഉലമ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വലിയ വലിയ കോട്ടപ്പുറം സംവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നെക്കാൾ കൂടുതൽ ആ വിഷയം നിങ്ങൾ അറിയാവുന്നവരാണ്. അതിനുശേഷം മഹാനായ പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അതുപോലെ അലവി സഖാഫി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അങ്ങനെ ധാരാളം സഖാഫിമാരും അങ്ങനെ പണ്ഡിതന്മാരുമൊക്കെ ബിദഈകൾക്കെതിരെ മറുപടി പറയാൻ, അവരുടെ തെറ്റായ രീതികൾ ജനങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് എങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് മഹാനായ കലന്തർ മസ്താൻ മാത്രമാണ്. അതിനുശേഷം പിന്നീട് കലന്തർ മസ്താനിന്റെ തർബിയത്തിൽ വളർന്നു വന്ന ഇന്ന് അനേകം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ മഹത്തായ മഹ്ദറത്തുൽ ഖാദിരിയ ആ സ്ഥാപനത്തിന്റെ ഇന്നത്തെ പ്രിൻസിപ്പൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. SSFന്റെയും SYSന്റെയൊക്കെ നേതൃത്വത്തിൽ, കേരള മുസ്ലിം ജമാഅത്ത്, അതേപോലെ തമിഴ്നാട് മുസ്ലിം ജമാഅത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് ആൺകുട്ടികൾ തമിഴ്നാടിന്റെ തെരുവോരങ്ങളിൽ വഹാബീസത്തിന് മറുപടി പറയാനുണ്ട് എങ്കിൽ ഇതിന് പ്രചോദനം നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മഹാനായ കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. സുദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ മഹാനുഭാവനെ പഠിക്കാനും അവിടുത്തെ മഹിത മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ധാരാളം അറിവുകൾ നേടി സമുദായത്തിന് സേവനം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മഹത്തായ വേദി സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് മഹ്ലരീസ് അസോസിയേഷനും, അതുപോലെ നേരത്തെ ഇവിടെ ദുആ ചെയ്ത മഹാനായ അസീസ് മഹ്ലരി, നമുക്കറിയാം വയനാടിനെ കശക്കിയെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ഓടി നടന്നിട്ട് മയ്യത്ത് പുതിയ, നിങ്ങൾ ചിന്തിക്കണം, എന്തൊരു മയ്യത്ത്! കാലുണ്ടെങ്കിൽ തലയില്ല, ഉടലുണ്ടെങ്കിൽ തലയില്ല, തല മാത്രം, ചിലപ്പോൾ ഉടല് മാത്രം, ചിലപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം. വളരെ ഭീതിതമായ അല്ലാഹു ആ നാട്ടിന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയൊക്കെ മയ്യത്ത് കുളിപ്പിക്കാനും പൊതിയാനും വയനാടിൻ്റെ ഓരങ്ങളിൽ ഓടി നടക്കുകയായിരുന്നു MRCയുടെ പ്രിയപ്പെട്ട ചെയർമാൻ അസീസ് മഹ്ലരി. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ, ഗോവയിൽ, അതുപോലെ ഹരിയാനയിൽ, തമിഴ്നാടിൻ്റെ ഓരങ്ങളായ ഗൂഡല്ലൂർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം MRC കൺവീനർ എന്ന നിലയ്ക്ക് പേരിന് മാത്രമാണ് ഞാൻ, പക്ഷേ അതിൻ്റെ സർവ്വതും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന അസീസ് മഹ്ലരിയാണ്. അതുപോലെ ഷാഫി മഹ്ലരി, മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത നേതൃത്വം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ട നൂറുദ്ദീൻ മഹ്ലരി, അനീസ് മഹ്ലരി, നമുക്കൊക്കെ വലിയൊരു ഉപദേശകനാണ് അനീസ് മഹ്ലരി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഷബീർ മഹ്ലരി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മഹ്ലരിമാർക്കുന്ന ഒരു അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സലാം മഹ്ലരി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ ഹാഷിം മഹ്ലരി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീർ മഹ്ലരി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കും. അതുപോലെ വാഴവള ഷാജഹാനിക്ക,
ഞാൻ വന്നപ്പോൾ രാജാക്ക് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അള്ളാഹു ആഫിയത്തും ദീർഘായുസും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കേരള മുസ്ലിം ജമാഅത്തിന്റെ വലിയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മാഷാ അല്ലാഹ് പേര് അൻവർക വയനാട് അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സലാമും അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെ ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മഴ പെയ്യുമ്പോഴും എന്നെ വിളിക്കും. എന്തായിരിക്കും ഞാൻ സമാധാനിപ്പിച്ചത് ഷമീർ മഹ്ലരി അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അവിടുത്തെ കുടുംബത്തിനും പ്രത്യേകിച്ച് കുടുംബിനിക്കുമൊക്കെ അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മച്ചി അതിനകത്തുണ്ട് വലിയ ഒരുപാട് അസ്വസ്ഥതകൾ കൊണ്ട് വിഷമിക്കുകയാണ്. അള്ളാഹു ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷമീർ മഹ്ലരിയുടെ പ്രിയപ്പെട്ട പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി മജ്ലിസിൽ ഉണ്ടാവണമായിരുന്നു. വലിയ സ്നേഹമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് രാത്രിയും നാളെ ഉച്ചയ്ക്കും നാളെ രാവിലെയും 3 നേരവും ഫുഡ് നമ്മൾ കേരള സ്റ്റേറ്റ് മഹ്ലരീസ് അസോസിയേഷൻ നമ്മുടെ RCCയിൽ നൽകുകയാണ്. അതിനുവേണ്ടി സഹായിച്ച എല്ലാ മഹ്ലരി പണ്ഡിത ശ്രേഷ്ഠന്മാർക്കും അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഷബീർ മഹ്ലരിയുടെ പ്രിയപ്പെട്ട ഉപ്പ നമുക്കൊക്കെ വലിയ പ്രചോദനമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് നേരത്തെ വളരെ നേരത്തെ ഒന്നാമനായി വരുന്നത് അദ്ദേഹമായിരുന്നു. ഇന്ന് ഖബറിലാണ്. പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും അള്ളാഹു അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും പ്രത്യേകിച്ച് സഹോദരിമാർക്കുമൊക്കെ എല്ലാ ഹൈറിൻ്റെ വാതായനങ്ങളും അള്ളാഹു തുറന്ന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരെ, മറ്റ് മലപ്പുറം ജില്ലയിൽ നിന്നും അസീസ് മഹ്ലരിയോടൊപ്പം വന്ന പ്രിയപ്പെട്ട എൻ്റെ മുഹിബ്ബീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനായ ശൈഖുന ഖലന്ദർ മസ്താറുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ 12ാമത് ആണ്ട് ഉറൂസിനോടനുബന്ധിച്ചാണ്. അൽഹംദുലില്ലാഹ് ഈ വൈകിയ വേളയിൽ ഒരു സാരസമ്പൂർണമായ സുദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നതില്ല. മഹാനായ ശൈഖുന ഖലന്ദർ മസ്താറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ആരാണ്, എന്താണ് എന്നുള്ളതായ അദ്ദേഹത്തിൻ്റെതായ മഹാനവറുകളുടേതായ മദ്ഹുകളും ഖുസൂസിയത്തൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരിവിടെ വളരെ ഗഹനമായ രീതിയിൽ പ്രതിപാദിക്കുകയുണ്ടായി. എന്നിരുന്നാലും അവിടുത്തെ ബറക്കത്തിന് വേണ്ടി 1-2 വാക്കുകൾ മാത്രം പറയണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാ വർഷങ്ങളിലും ഈ സാധുവായ ഞാനും മഹാനവറുകളുടെ നേർച്ചയോടനുബന്ധിച്ച് നമ്മുടെ മുഹിബ്ബീങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി കുറെ ഭക്ഷണങ്ങൾ അത് സ്വരൂപിച്ച് സാധുക്കളായ ആൾക്കാരിലേക്ക് കൊടുക്കുന്നതായ ഒരു പതിവ് വർഷങ്ങളായി നടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്. കൂടാതെ നാളെ മഹാനവറുകളുടെ മജ്ലിസിൽ നടക്കുന്ന ഉറൂസ് മുബാറക്കിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പുറപ്പെടുകയാണ്. എല്ലാ വർഷവും അവിടുത്തെ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ട്. എന്ത് പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ വീട്ടിൽ നടക്കുന്ന ആ മഹത്തായ മജ്ലിസിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ കടയനല്ലൂരിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാ ദുആ ബറക്കത്തും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനായ ഖലന്ദർ മസ്താർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. ബിദ്അത്തുകാരന്റെ പേടി സ്വപ്നമായിരുന്നു. മഹാനവറുകൾ ബിദ്അത്തുകാരന്റെ അടിവേരറുക്കുന്ന മഹാനായ പേരോട് ഉസ്താദ് പോലെ തമിഴ്നാടിന്റെ സ്റ്റേറ്റുകളിലും ബ്രൂണയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും എന്ന് വേണ്ട തെന്നിന്ത്യ ഒട്ടാകെ ഭാഗങ്ങളിൽ മഹാനവറുകൾ ഓടി നടന്ന് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ വലിയാണ് ഖലന്ദർ മസ്താർ റളിയല്ലാഹു അൻഹു.
സാധാരണ നാം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ പോലെ പറക്കുന്ന ചെറുപ്പായുന്ന കാറുകളിലോ കൂടിയതായ വസ്ത്രങ്ങളിട്ടോ മിന്നി പളവളങ്ങുന്ന വസ്ത്രങ്ങളിട്ട മഹാനല്ലായിരുന്നു. വെറും ഒരു കള്ളിക്കൈരി ഉടുത്ത് ഒരു തൊപ്പിയിട്ട് ഒരു വെള്ളശാളും തോളയിട്ട് സാധാരണക്കാരനും സാധാരണ പോലെ ജീവിച്ച മഹാനായ ഒരു മനുഷ്യനാണ് മഹാനായ ഖാദർ മുസ്താൻ ഖാദിരി റളിയല്ലാഹു അൻഹു. നമ്മളെപ്പോലെ അദ്ദേഹം ഉസ്താദിന് വാഹനമില്ലായിരുന്നു. വീട്ടിൽ നിന്നും കോളേജിൽ നിന്നും പോകുന്ന അവസരത്തിൽ തന്റെ ശിഷ്യന്റെ കയ്യിൽ ഒരു ബാഗ് മുമ്പേ കൊടുത്തു വിട്ടിട്ട് മഹാനവറുകൾ സാധാരണ മനുഷ്യനെ പോലെ കണ്ടാൽ ഒരു പണ്ഡിതനെന്നോ ഒരു സൂഫി വര്യനെന്നോ തോന്നാത്ത നിലയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നു പോകുന്നതെന്ന് കാണേണ്ടതാണ്. പരിശുദ്ധമായ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചതെന്താണ്? ദുനിയാവിൽ നീ എന്താണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് ഖുർആനിന്റെ ആ വാക്ക് മഹാനവറുകൾ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളെ ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വാർത്തെടുത്ത മഹാനവറുകളാണ്. ഈ മഹലരി പണ്ഡിതന്മാര് പള്ളിയുടെ മൂലയിൽ ആഹാരം കഴിച്ച് അന്തി ഉറങ്ങുന്നവരല്ല. സാധന പ്രവർത്തനങ്ങളിലും ദീനീ പ്രബോധനങ്ങളിലും എല്ലാം ഒരുപാട് കയ്യൊപ്പ് വെച്ച മഹാപണ്ഡിതന്മാരാണ് ഖാദർ മുസ്താൻ റഹ്മാനുൽ ഖാദിരിയുടെ ശിഷ്യഗണങ്ങൾ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദീർഘകാലം പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ മസ്താന സനത്തിനോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം അല്ലാഹു നമ്മളെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമ്മളെയും ഭാര്യ സന്താനങ്ങളെയും കുടുംബാദികളെയും ശിഷ്യഗണങ്ങളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ പരിശുദ്ധമായ മജ്ലിസിനെ അല്ലാഹു തആല മഹാനായ ശൈഖുനാ ഖാദർ മുസ്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ മഖ്ബറയിലേക്ക് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ദുആ ബറക്കത്ത് നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി എല്ലാം ഇവിടെ കരുതിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഷമീർ മഹദരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിനും മക്കൾക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഇതുപോലെ ഇനിയും നല്ല മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കടയനല്ലൂരിലേക്ക് മഹത്തായ ഉറൂസ് മുബാറക്കിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ കരുനാപ്പള്ളിയുള്ള ഉസ്താദന്മാരോടൊപ്പം ഇൻഷാ അല്ലാഹ് പുറപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആ മജ്ലിസിൽ അവിടെ വരുന്ന തങ്ങളോടും നിങ്ങൾക്കെല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുമെന്നും എനിക്ക് വേണ്ടിയും നിങ്ങളും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ എളിയ ഈ പ്രസംഗം ഞാനിവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാത്രം വൈകിയ വേളയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ചെറിയ രൂപത്തിലാണെങ്കിലും മജ്ലിസുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമെല്ലാം വിപുലമായ പരിപാടികൾ അൽഹംദുലില്ലാഹ് നടന്നു വരുന്നു. അല്ലാഹു എല്ലാ പരിപാടികളും ഖബൂലാക്കി തരുമാറാകട്ടെ. പിന്നെ ഒരു ബറക്കത്തിന് വേണ്ടി പറയുമ്പോൾ ഒരു കറാമത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്നോടൊപ്പം മാമാനുള്ള ഒരാൾ 4-5 പേരുണ്ട്. അതിലൊരാൾ തമിഴ്നാട് കണ്ടിട്ട് തന്നെയില്ല. തമിഴ്നാട്ടിലേക്ക് പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, മക്കാവുള്ളൊന്നും പോയിട്ടുമില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തിന് അതിനകത്ത് വലിയ വിശ്വാസവും ഇല്ല. പക്ഷെ എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും വേറെ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കുറച്ച് വൈകി ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഏകദേശമൊക്കെ ഒരു 10-11 മണിയോടെ അടുപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ആദ്യം ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാദർ മുസ്താൻ ഖാദിരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെടുന്ന മഖാം സിയാറത്ത് ചെയ്ത് പോകണം എന്നുദ്ദേശിച്ച് എൻ്റെ ഉസ്താദും കൂടിയാണല്ലോ. അപ്പം സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവിടുന്ന് പോവാണ്. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി ഏകദേശം ഒരു 2:30-യുടെയും 3-ന്റെയും ഇടയിലുള്ളൊരു സമയത്താണ് കടയനല്ലൂരെത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് സാധാരണ ഗേറ്റ് എല്ലാം കൂടെ പൂട്ടുമല്ലോ. തമിഴ്നാട്ടിൽ ഗേറ്റ് പൂട്ടിയിടുന്നൊരു സ്ഥിതിയാണ്. സത്യത്തിൽ ശൈഖുനാനെ ആ ഒരു മദ്ഹ് പറഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ്. ഇതുവരെ അങ്ങനെ വലിയ സിയാറത്തിനോ ഒന്നും പോയിട്ടില്ല. അതിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് അതിനോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. കൂടുള്ളവരൊക്കെ സിയാറത്തിന് വന്നിട്ടുമുണ്ട്. അപ്പൊ
ഞാൻ പറഞ്ഞു ഷെയ്ഖുനാനെ കണ്ട സിയാർത്ത് നമ്മൾ ആദ്യത്തെ മക്കാം സിയാർത്ത് ഇതാണ് തമിഴ്നാട്ടിലെ. സുബ്ഹാനല്ലാഹ്, അവിടെ ഗേറ്റ് പൂട്ടിയേക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായാലും രാത്രി 2:30-3 ഇടയിലാണല്ലോ, എല്ലാവരും ഉറക്കാണ്. നമുക്ക് ഇൻഷാല്ലാ അവിടെ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് യാസീനൊക്കെ ഓതി പോകാം എന്ന് അവരോട് പരസ്പരം ഞങ്ങളിപ്പോൾ സംസാരിച്ചിട്ട് വണ്ടി ഒതുക്കി ആ ഗേറ്റിൻ്റെ അടുത്ത് ഫാത്തിഹ വിളിച്ച് ഫാത്തിഹ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഏകദേശം ഫാത്തിഹ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അപ്പോഴുണ്ട് ബഹുമാനപ്പെട്ട മസ്താസറത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുള്ള ഇക്ക താക്കോലായിട്ട് വരുന്നത്. നിങ്ങൾ തുറന്ന് അകത്ത് കയറിയിട്ട് സിയാർത്ത് ചെയ്തു. ഇതെൻ്റെ അനുഭവമാണ്. സത്യൻ്റെ കൂടെ വന്ന ആള് 2 കണ്ണൊന്ന് നിറഞ്ഞു. അത് ആദ്യമായിട്ടാണ് വരുന്നത്. 2 കണ്ണും നിറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഇത് വല്ലാത്ത അത്ഭുതം തന്നെ, വല്ലാത്ത അത്ഭുതം തന്നെ. അപ്പൊ അബ്ദുള്ളൊക്കെ പറയുന്നുണ്ട് എന്തോ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ എൻ്റെ ഉപ്പ പറയുന്നുണ്ട് അവിടെ നീ പോകണം, അവിടെ ഗേറ്റിന്റെ താക്കോലായിട്ട്. സാധാരണ സമയത്ത് ഗേറ്റിന്റെ താക്കോലായിട്ട് ഉള്ള കാര്യമൊന്നുമില്ല. തലേന്ന് എവിടെയോ യാത്ര പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ്, അത് മാറ്റി വെക്കേണ്ടി വന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ ഈ 2:30-3 ഇടയിലുള്ള സമയമാണ്. ഈ സമയത്ത് താക്കോലുമായി വന്ന് അത് തുറന്നു തന്നിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളാരും ഫോൺ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. സിയാർത്ത് ചെയ്ത് ഏർവാടിക്ക് പോകാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, താക്കോലായിട്ട് വന്ന് എൻ്റെ ഉപ്പ, അതായത് മസ്താസുഖത്ത് ഒരു മനാമിൽ വന്ന് പറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാൻ എടുത്ത് താക്കോലെടുത്ത് വന്നതാണ്. ഇതിന് കെട്ടുകഥയോ കേട്ട കഥയല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയൊരു വിഷയം. അങ്ങനെ തുറന്നു ബഹുമാനപ്പെട്ടവർ ഞങ്ങളുടെ കൂടെ കൂടി സിയാറത്തൊക്കെ ചെയ്ത് യാസീനായിരുന്നു പുറത്തിറങ്ങി ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ വാങ്ങി തന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കറാമത്ത്. ഈ കൂടെ വന്ന ആള് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഗൾഫിൽ വരുമ്പോൾ എന്തായാലും നമുക്ക് റാഹത്തായിട്ട് ഇനിയും പോകണം ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ടവർക്ക് വലിയ കറാമത്തും കൂടിയിട്ടുള്ള വലിയ മഹാനാണ്. അല്ലാഹു അവിടുത്തെ മദദ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന ആദരവ് നിറഞ്ഞ പണ്ഡിത മഹ്ദരി ജ്യേഷ്ഠന്മാരെ, മറ്റ് മുഹ്ബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നിച്ചുകൂടെ കബൂലാക്കുമാറാകട്ടെ. മഹ്ദരി അനിയന്മാരെ, എല്ലാ ആളുകളുണ്ട്. അപ്പോൾ ജ്യേഷ്ഠന്മാരെ വിളിച്ചപ്പോൾ പരാതി കൊടുക്കും. അപ്പോൾ മഹ്ദരി അനിയന്മാരെ, അല്ലാഹു നമ്മളെ കൂട്ടായ്മ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കൂട്ടായ്മയെ കബൂലാക്കുമാറാകട്ടെ. ഷെയ്ഖിനെ പറ്റി പറയാനാണെങ്കിൽ വാനോളം നേരം വെളുക്കുന്നിടത്തോളം പറഞ്ഞാലും കഴിയൂല. ഞാൻ ഒരുപാട് കറാമത്തുകൾ മഹാനവറുടെ അനുഭവിച്ചവനാണ്. പ്രത്യേകിച്ചും വണ്ടിയുടെ വിഷയം വരുമ്പോൾ ഷെയ്ഖുനാന്റെ പേരിൽ ഫാത്തിഹ തീരുന്നതിന് മുമ്പ് നിരവധി പ്രാവശ്യം എൻ്റെ അനുഭവമാണ്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ചോദിച്ചു, ഒന്നുകിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇവിടെ വീട്, പള്ളി. ഞാൻ പറയുന്നത് 3 എനിക്ക് അനുകൂലമാണ്. ഞാൻ നിൽക്കുന്ന പള്ളിയിൽ എന്ത് നടത്താം, കാരണം അവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജുക്ക് ഞാൻ തന്നെയാണ്. പിന്നെ വീട്ടിൽ കുഴപ്പമില്ല, ഇവിടുത്തെ കുടുംബഗ്രഹനാഥൻ ഞാൻ തന്നെയാണ്. നമ്മുടെ സ്ഥാപനം ഉണ്ട്, അവിടെ പിന്നെ വേറെ ചോദിക്കാനും വരില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മഹദരിമാരുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഇതൊക്കെ, അല്ലാതെ എൻ്റെതല്ല, നമ്മുടെ മഹദരിമാരുടെ ഒക്കെ കൂട്ടായ്മയാണ്. അപ്പൊ ഇതിൽ 3നും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് വീട്ടിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ മനസ്സിലാക്കി എന്താ അറിയോ, കുറച്ച് നാൾ മുമ്പ് ഇതേ കണക്ക് നമ്മളത് കൂടിയത് അത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അപ്പം മഹാനായ കലന്തർ മസ്താൻ ഖാദിരി നവ്വറല്ലാഹു മർഖദ, മഹാനവറുകൾ എന്തോ ഒരു തൃപ്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനൊന്നും ഞാൻ കരുതിയതല്ല. ഇതൊക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് മസ്താന്റെ കറാമത്ത് കൊണ്ട് ലഭിച്ചതാണ്. ഇത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യം ഞാനിങ്ങനെ ഇറച്ചി ഇങ്ങനെ ഉച്ചവരെ വാങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് വിളിച്ചപ്പോ ഇവിടെ വന്നിട്ട് ഇറച്ചി വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സാമ്പത്തിക ചെലവ് 10,000 എനിക്കറിയില്ല. നേരത്തെ ഒരാൾ 2,000 രൂപ എന്നെ വിളിച്ചു വന്നിട്ടുണ്ട്. വേറെ 500 ബാക്കി നിങ്ങളെ തന്നാൽ മതി. അത് മസ്താന്റെ കറാമത്ത് കൊണ്ട് അത് നടക്കുകയാണ്. ഇതിനകത്ത് എന്താ കുഴപ്പം? അൽഹംദുലില്ലാഹ് സുന്ദരമായ ഭക്ഷണമുണ്ട്, അപ്പുറത്തെ ഹാഫിളത്തുകളായ മക്കളുണ്ട്, പ്രിയപ്പെട്ട ടീച്ചർമാരുണ്ട്, ഒക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ വലിയൊരു തൗഫീക്ക്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിറച്ച് റഹ്മത്തിന്റെ മലായിക്കത്തുകളാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? പിന്നെ മസ്താൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെ ക്ലാസ്സിന് ലക്ഷങ്ങൾ ചെലവഴിക്കാനും കിട്ടൂല. ഇതൊക്കെ മഹാനായ
കലന്തറുൽ മസ്താനിൽ ഖാദിരി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു, ആരാണ് മസ്താൻ, ആരാണ് കലന്തർ മസ്താൻ, അതൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയും. അപ്പൊ നിർത്തണം മസ്താന്റെ കണവത്താണ് കൂടിപ്പോണം അപ്പൊ പിന്നെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒന്നിച്ചുകൂടൽ മഹാനവറുകൾക്ക് വലിയ സന്തോഷമുള്ള കൂടലാക്കി സ്വീകരിക്കുന്നു. നാളെ സ്വർഗ്ഗലോകത്ത് അവിടുത്തെ തൃക്കരങ്ങൾ പിടിച്ചിട്ട് അവിടുത്തെ ശിഷ്യന്മാരായി അണിനിരന്നു പോകാൻ അല്ലാഹു ഇതൊരു സബബാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ആരെല്ലാം ഏതെല്ലാം നീ സഹായിച്ചോ സഹകരിച്ചോ ഇവിടെ വന്നവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരും വർഷങ്ങളിൽ ഇതിലും ഹൈറായ നീ നമുക്ക് ഒന്നിക്കാനും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കൂട്ടായ്മയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ഒന്നിക്കലാക്കി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നേരത്തെ അയ്യൂബ് ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളെ പലരും ഇന്ന് മൺമറഞ്ഞ് ഖബറിലാണ്. അല്ലാഹു അതിന്റെ സവാബിനെ എത്തിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇത് പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധമായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ മതം എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جيلاني وعطيف علي يا جيلاني وانظر إلي يا جيلاني خذني يدي يا غوث كل البرية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم جيلاني شيخي مربي جيلاني حبي ولبي جيلاني طبيب قلبي يا مولى كل البرية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم جيلاني محبوب ربي جيلاني حب الحبيب جيلاني كل مجيبي يا شيخي للقادرية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم جيلاني عشقي وذخري جيلاني كنزي وفخري جيلاني عليلي قادري أنت المعطي للعطية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم جيلاني شاهي جهاني يا غوثي كل أماني جيلاني شاهي جهاني يا غوث كل الأماني يا قطب
كل المكان معينا من في البرية يا نبي السلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم بغدادي أنت شفائي بغدادي أنت منائي بغدادي اسمع ندائي صفوة خير البرية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم بغدادي بحر الشريعة بغدادي بحر الطريقة بغدادي بحر الحقيقة أهلا للقابلية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم بغدادي طال اشتياقي يا سامي أعملي المراضي إلى اللقاء والتلاقي وفقني قبل المنية يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا أكرم الخلق مالي من ألوذ به سواك عند حلول الحادث الآمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم فإن من جودك الدنيا وغرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف
العسير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. يعني سبب الحمد لله الحمد لله الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا دائما جزيلا جميلا بدوام ملك الله. لك الحمد ولك الشكر ولك الثناء حتى ترضى. اللهم صل وسلم وبارك على نبيك البشير الداعي إليك بإذنك السراج المنير وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك العظيم وما صليناه. هذه هدية منا إلى حضرة روح نبيك محمد إلى أرواح أولاده وأزواجه وأصحابه وعطرته وأهل بيته يا رب العالمين، وإلى أرواح سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، سيما إلى حضرة من اجتمعنا هاهنا بسببه وتلونا القرآن العظيم لأجله. اللهم اجعلنا واجعلهم من أهل الفائزين ولا تجعلنا وإياهم من أهل الخاسرين. أرحم الراحمين يا ലോക രക്ഷിതാവായ ഖാലിഖായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട മഹാന്മാരുടെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ എല്ലാം പരിപൂർണമായ പ്രതിഫലം നീ പൊരുത്തപ്പെട്ട സർവമഹാന്മാരെ ഹദ്റത്തിലും എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങൾ അഭിമന്യ ഗുരു ശൈഖുനാ കലന്തർ ഉസ്താദിന്റെ ഹദ്റത്തിൽ നീ എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്ന് സഫർ 5 പീളേക്കര സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് ദിനമാണ്. മഹാനവരുടെ ഖബറിൽ നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി ഖബറിലാണ്. അവരെ ഖബറിലേക്ക് ഇതിന്റെ തവാബ് നീ എത്തിക്കണേ റഹ്മാനെ.
കാരുണ്യവാനായ റബ്ബേ, ആരെല്ലാമാണോ പ്രത്യേകിച്ച് ദുആ വസിയ്യത്ത് ചെയ്തത് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്കുണ്ട് റബ്ബാകുന്ന നിന്റെ മുന്നിൽ അതെല്ലാം നിരത്തി വെക്കുകയാണ്. നീ അല്ലാതെ തരുന്നവനില്ല, കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന നിന്റെ അടിമകളാണ് ഞങ്ങളെ. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഏതേത് വിഷമങ്ങളുണ്ടെങ്കിലും നീ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും പലവിധമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ ശിഫാവ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും ഉമ്മമാർ ഉപ്പമാർ പലവിധമായ രോഗങ്ങളിലാണ്, നീ പരിപൂർണമായ ശിഫാവ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉയർച്ചയും വളർച്ചയുമെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നീ നിർത്തിക്കണയല്ലേ അല്ലാഹ്. അവരെ നീ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ യതീമുകളാക്കല്ലേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾക്ക് ഇൽമിന്റെ കവാടങ്ങൾ തുറന്നു തന്ന, ഞങ്ങൾക്ക് ഒരുപാട് നസീഹത്തുകൾ നൽകിയ, ഞങ്ങൾക്ക് ഒരുപാട് നല്ല വഴികൾ കാണിച്ചു തന്ന ശൈഖുനാ കലന്തർ മസ്താനെ സ്മരിച്ചുകൊണ്ടാണ് അവരെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് തർബിയത്ത് നൽകുന്ന ഒരു ശൈഖായി നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ തിരുനോട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ താമസിക്കുന്ന വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് മഹാനവറുടെ അനുസ്മരണത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയ നമ്മളെ ഷമീർ മഹദരിയുടെ ഈ വീട്ടിലും അവിടെ താമസിക്കുന്നവർക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിലും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും എല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ട് ഇനിയുള്ള പരിപാടി ഞങ്ങൾ അവരുടെ സ്ഥലത്ത് നടത്തണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അതെല്ലാം മഹബത്തിന്റെ പേരിലാണ്, നീ കബൂലാക്കണേ റഹ്മാനെ. സാധുക്കളാണ്, പാവികളാണ്, ഞങ്ങളെ കയ്യിൽ ഒരു ഇബാദത്തുകളും ഇല്ല. നീ മഹബത്ത് വെച്ച മഹാന്മാരോടുള്ള കൽബിലുള്ള സ്നേഹമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് നിന്റെ മുന്നിൽ പറയാനില്ല. നീ ഇഷ്ടപ്പെട്ട മഹാന്മാരെല്ലാം നീ സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോൾ സാധുക്കളായ ഞങ്ങളിൽപ്പെട്ട ഒരാളെയും നീ നരകത്തിലാക്കല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ കൈവടിയല്ലേ റഹ്മാനെ. അവരെ മഹബത്ത് വെച്ച് അവർക്ക് വേണ്ടി ഖത്മോദിയവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, അവർക്ക് വേണ്ടി ഒരുപാട് സമ്മേളനങ്ങൾ നടത്തിയവരാണ്. അവരുടെ പേരിൽ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തവരാണ്. ഇതെല്ലാം ഞങ്ങൾ ഉസ്താദുമാരോട് ആലിമീങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലാണ് റബ്ബേ. ആരെല്ലാമാണോ അതിന് സഹായിച്ചത്, ഭക്ഷണം കൊടുക്കാൻ സഹായിച്ചവർ, ഇന്നത്തെ ഈ വേദിയിലേക്ക് സഹായിച്ചവർ, ഇന്നേ വരെയുള്ള എല്ലാ പരിപാടികൾക്കും സഹായിച്ച ഒരുപാട് മഹദരിമാരുണ്ട്, അവരുടെ കുടുംബാദികളുണ്ട്, ഇഷ്ടക്കാരുണ്ട്. ഇതെല്ലാം സ്വാലിഹായ അമലായി നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല മഹദരിമാരും ഞങ്ങൾ പ്രായത്തിനേക്കാളും എത്രയോ ചെറിയ പ്രായമുള്ള മഹദരിമാർ ഖബറിലാണ് റഹ്മാനെ. ഒരു ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി തരണം. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട എത്രയോ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുമക്കൾ കിടന്ന ഉറക്കത്തിൽ തന്നെ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, മയ്യിത്ത് പോലും ഇതുവരെക്കും തിരഞ്ഞിട്ട് കണ്ടെത്താത്തവരുണ്ട്. അവർക്കെല്ലാം നീ ഷഹീദിന്റെ പദവി നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കും
ജീവിക്കുന്ന പലരും ഹോസ്പിറ്റലിൽ കൈ മുറിഞ്ഞവർ, കാല് മുറിഞ്ഞവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞവർ, വേദനയോടെ കഴിയുന്നവരുണ്ട്. നീ സലാമത്ത് നൽകണേ റഹ്മാനേ. ആ ദുരന്ത ഭൂമിയിലൊക്കെ ഓടിപ്പോയ പല ഞങ്ങളെ പ്രവർത്തകരുമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ അസീസ് മഹദരി ഉസ്താദുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖിദ്മത്തുകളൊക്കെ നീ കബൂലാക്കണം റഹ്മാനേ. ഈ ജീവിതം ഒരല്പകാലമേ ഉള്ളൂ. ആ ജീവിതകാലത്തിൽ എന്തെങ്കിലുമൊക്കെ ദീനിന് ചെയ്യണമെന്ന് കൊതിയുള്ളവരാണ്. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്ത് തരണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ആരെല്ലാമാണോ ദുആ വസിയത്ത് ചെയ്തത്, ഒരാളെയും ഒരാഗ്രഹവും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ ഹിഫ്ളിന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്, മക്കളുണ്ട്. അവർക്ക് നല്ല ഹിഫ്ള് നൽകണേ റഹ്മാനേ. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ റഹ്മാനേ. അതിന് സഹായിക്കുന്നവർ, നേതൃത്വം നൽകുന്നവരുണ്ട്, നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. വീടിന്റെ പണികൾ നടത്തുന്നവരുണ്ട്, നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പള്ളികളെ പണികൾ നടത്തുന്നവരുണ്ട്, നീ പൂർത്തിയാക്കണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, പാലക്കാട് നിന്ന് വരെ ഉസ്താദിന്റെ ഈ അനുസ്മരണത്തിന് വന്നവരുണ്ട്. നീ ഓരോ സെക്കൻഡിനും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. നാളെ കടയല്ലൂരിൽ മഹാനായ ശൈഖുനായുടെ വീട്ടിലും മഖാമിലും നടത്തുന്ന പരിപാടിക്ക് വേണ്ടി പോകുന്നവരുണ്ട്. എല്ലാവരുടെയും ഈ സഈ നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ സംഗമമാക്കല്ലേ റഹ്മാനേ. ഇനിയും ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ഈ മഹദരി അസോസിയേഷനും നേതൃത്വം നൽകുന്നവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇതൊന്നും വെറുതെ ആക്കല്ലേ അല്ലാഹ്, വെറുതെ ആക്കല്ലേ അല്ലാഹ്. നാളെ നന്മയുടെ തുലാസിൽ കാണിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ, കൂടിയ ഞങ്ങൾ എല്ലാവരെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിൽ നാളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾ സേവനം ചെയ്യുന്ന മേഖലകളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നേതൃത്വം നൽകുന്നതിലെല്ലാം നീ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സമ്പത്ത് ഹലാലായത് ആവശ്യത്തിന് നൽകണേ അല്ലാഹ്. അവസാനം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുറൗദയിലെത്തി സലാത്ത് സലാം ചൊല്ലി നീ പൊരുത്തപ്പെട്ട ജന്നത്തുൽ ബഖീയിൽ ഒരിടം അത് ഖൈറാണെങ്കിൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എല്ലാ സുഖ സൗകര്യങ്ങളോടും വിട പറഞ്ഞ്, ഈ ലോകത്തോടെല്ലാവരോടും വിട പറഞ്ഞ് ആരുടെ മണ്ണിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ആ യാത്ര ഒരു സന്തോഷത്തിന്റെ യാത്രയാക്കണേ അല്ലാഹ്. ഒരു ബേജാറിന്റെ യാത്രയാക്കല്ലേ അല്ലാഹ്. ഖൈറായ സമയത്തിൽ കലിമ ചൊല്ലിയുള്ള മരണം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ഒരു മോശമായ മരണങ്ങളിലും പെടുത്തല്ലേ അല്ലാഹ്. ഒരുപാട് നിയമത്തുകൾ നീ ഞങ്ങൾക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. അതെല്ലാം തന്നിട്ട് അവസാനം മോശമാക്കല്ലേ ഹുസ്നുൽ ഖാതിമത്ത് തരണേ. അതിന് പര്യാപ്തമായ അവരുകളിൽ മാത്രം ഞങ്ങളെ ബന്ധപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ചോദിച്ചതൊക്കെ നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. കാവൽ ചോദിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും ആപത്തുകളോ മുസീബത്തുകളോ ഇടങ്ങേറുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീ തട്ടി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തെല്ലാം മനസ്സിൽ വെച്ചിട്ടാണോ കൈ നീട്ടിയത് അതെല്ലാം നീ ഒന്ന് ഏറ്റെടുക്കണേ റഹ്മാനേ. സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും ഉള്ളവരുണ്ട്, നീ വീട്ടിൽ തരണം റഹ്മാനേ. 5 പൈസയുടെ കടം ബാക്കി വെച്ച് പോകുന്നവരാക്കല്ലേ അല്ലാഹുവേ. ഈ മഹത്തായ വേദിക്ക് കാരണക്കാരനായി സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയ മഹദരിമാരുണ്ട്.
അവർക്കൊക്കെ നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا واغفر من ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖായ ഖൽദുൽ മുസ്തഫ റഹ്മത്തുള്ളാഹി ആണ്ട് സംബന്ധമായിട്ട് വിപുലമായ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ മുഴുവൻ മുഹദ്ദിരിമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.